ആമ്പല്ലൂർ മുതൽ പാലപ്പള്ളി വരെയുള്ള പൊതുമരാമത്ത് റോഡിൽ ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി ഉയരുന്നു. ഇവ മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പലതവണ അധികൃതരെ സമീപിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും ആരോപണം. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ മെക്കാഡം ടാറിംഗ് വന്നതോടെയാണ് ടാർ ചെയ്ത ഭാഗം വീതി കൂടി ഇലക്ട്രിക് പോസ്റ്റുകൾ നിൽക്കുന്നിടം വരെ എത്തിയത്. ഇതോടെ അതിവേഗം കടന്നുപോകുന്ന വാഹനങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകളെ മുട്ടിയുരുമ്മി കടന്നുപോകുന്ന സ്ഥിതി വന്നു. വരാക്കര ക്ഷേത്രത്തിനു സമീപത്തുള്ള വളവിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും അപകടകരമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമീപവാസികളും നാട്ടുകാരും അധികാരികളെ സമീപിച്ചെങ്കിലും ഇതുവരെ അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. ഏകദേശം 10 വർഷത്തോളമായി അപകടകരമായി നിൽക്കുന്ന പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട് ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇവർ. ആമ്പല്ലൂര് പാലപ്പള്ളി PWD റോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും കയ്യേറ്റങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കണമെന്നും PWD റോഡിലെ KSB പോസ്റ്റ് 8 അടി 9 അടി 10 അടിയോളം വരെ PWD റോഡിലേക്ക് KSB പോസ്റ്റ് കയറി നിൽക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ബാക്കിലേക്ക് ഇറക്കി കുഴിച്ചിട്ട് ഈ റോട്ടിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡാക്കി തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും കൊടകര സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതികൾ കൊടുത്തു തുടങ്ങിയിട്ട് വർഷങ്ങളേറെ. 2 ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ അപകടമുണ്ടാവുന്ന രീതിയിലാണ് KSB പോസ്റ്റ് റോഡിലേക്ക് കയറി നിൽക്കുന്നത്. ഇരുദിശകളിലേക്കും വലിയ വാഹനങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കുകയാണ്. മാത്രമല്ല, ബസിന്റെ വാതിലിന് സമീപം നിന്ന് യാത്ര ചെയ്താൽ അത് അപകട സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അധികാരികളോട് നമുക്കൊന്ന് പറയാനുള്ളത്, ഇനി അപകടങ്ങൾ വരാതെ അതിന് മുൻപ് തന്നെ ഇത്തരം പ്രവൃത്തികളൊന്ന് നോക്കി അത് പുറകിലോട്ട് വെച്ച് ഇനി ഒരു മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ബസ്സിൽ വരുമ്പോഴും വേറെ വണ്ടിയിൽ വരുമ്പോൾ തല പോസ്റ്റിലടിക്കുകയും അങ്ങനെ പല അപകടങ്ങളും മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ വരാക്കര അമ്പലത്തിൻ്റെ കലിങ്ങിനോട് ഒരു വളവുണ്ട്. അവിടെ 2-3 പോസ്റ്റുകൾ വളരെ റോഡിലേക്ക് കയറി നിൽക്കുന്നു. അതുപോലെ പാലപ്പള്ളി റോഡിൽ പാലപ്പള്ളി പള്ളിയിൽ അവിടെ വരുന്നതിലും പോസ്റ്റുകൾ റോഡിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. വാഹനയാത്രക്കാർക്ക് മാത്രമല്ല കാൽനടക്കാർക്കും ഇത്തരത്തിൽ റോഡിലേക്ക് കയറി നിൽക്കുന്ന പോസ്റ്റുകൾ അപകട ഭീഷണിയാകുന്നുണ്ട്. വാഹനങ്ങൾ വരുമ്പോൾ വശങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്നതിന് ഇലക്ട്രിക് പോസ്റ്റുകൾ തടസ്സം നിൽക്കുകയാണ്. അധികാരികളെ സമീപിക്കുന്ന ഓരോ തവണയും പരിഗണിക്കാം, പരിഹരിക്കാം എന്നുള്ള പതിവ് വാഗ്ദാനങ്ങൾക്കപ്പുറം ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച് റോഡിലെ സുരക്ഷിത യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അതിർത്തിയിലേക്ക് നീക്കി സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടാറിങ്ങിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ പോസ്റ്റുകൾ റോഡിന്റെ പലയിടങ്ങളിലും 7 അടിയും അതിലധികവും മാറ്റി സ്ഥാപിക്കാൻ അവസരമുണ്ടായിട്ടും ഈ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച് റോഡിലൂടെ വാഹനങ്ങൾക്ക് അപകടരഹിതമായ യാത്ര ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നത് ധാർഷ്ട്യമാണെന്നാണ് ഈ വഴിയിലൂടെ കടന്നുപോകുന്നവരും സമീപവാസികളും പറയുന്നത്. ഇതിന് ഒരു പരിഹാരം അനിവാര്യമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.